ഗൈസ്, വെൽക്കം ബാക്ക് ടു അൺഫിൽറ്റർഡ് ജേർണൽ ബൈ അഭിനന്ദ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അഡോളസൻസിനെ കുറിച്ചാണ്. അതായത് ഈ അഡോളസൻസിൽ ഉണ്ടാകുന്ന ഇഷ്യൂസിനെ പറ്റിയിട്ടും അഡോളസൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്ന ഇഷ്യൂസിനെ പറ്റിയിട്ടുണ്ട്. അതിൽ പാരന്റ്സ് മനസ്സിലാക്കേണ്ടതായ കാര്യമുണ്ട്, കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, അത് സ്വയം തിരിച്ചറിയേണ്ടതാകുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇത് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അഡോളസെന്റ് ഏജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അഡോളസെന്റ് ഏജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ട്രാൻസിഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൽട്ട്ഹുഡ്. ചൈൽഡ്ഹുഡിന് അഡൽട്ട്ഹുഡിലുള്ള ഒരു ട്രാൻസിഷൻ ആണ് ഈ അഡോളസെന്റ് ഏജ് എന്ന് പറയുന്നത്. ഈ അഡോളസെന്റ് ഏജ് എന്ന് പറഞ്ഞ സംഭവം മുമ്പ് ഉണ്ടായിട്ടില്ല. ഈ അഡോളസെന്റ് ഏജ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് അറൈസ് ചെയ്ത ഒരു സംഭവമാണ്. അതായത് ഈ അഡോളസെന്റ് ഏജ് എന്ന് പറഞ്ഞത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. അപ്പം ഈ അഡോളസെന്റ് ഏജ് ഗോസ് ടിൽ 25 ഇയേഴ്സ്. 25 വയസ്സ് വരെ ഈ അഡോളസെന്റ് ഏജ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇപ്പം 18 മുതൽ 25 ഇയേഴ്സ് ഓഫ് ഏജ് വരെയുള്ള അഡൽട്സ് നമ്മൾ എമേർജിങ് അഡൽട്സ് എന്ന് പറയാം. അവൻ അഡൽട്സ് ആയിട്ടില്ല, പക്ഷെ എമേർജിങ് അഡൽട്സ്, അഡൽട്ട്ഹുഡിലോട്ടുള്ള ഒരു ട്രാൻസിഷൻ, അതാണ് അഡോളസെൻസ്. ഏറ്റവും ആ ഒരു ഏജിലുള്ള കുറെ കുട്ടികൾ എനിക്കറിയാം. ഫ്രണ്ട്സ് ആയാലും ഇപ്പൊ ഈ ഒരു അഡോളസെന്റ് ഏജിലില്ലല്ലേ, അപ്പൊ ഇങ്ങനെ സ്പേസ് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു ഇതിലേക്ക് നോക്കിയതാണ്. അതുപോലെ തന്നെ ചിലർക്ക് കഴിഞ്ഞവർക്ക് തോന്നുന്നുണ്ടാവും ഈ ഏജിലോട്ട് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പാടില്ല. അങ്ങനെ അങ്ങനെ നമ്മൾ ഒരുപാട് മെന്റലി ഫിസിക്കലി ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരു ഏജ് ആയിരിക്കും. നമ്മൾ ഒരുപാട് ഐഡന്റിറ്റി ക്രൈസിസും ഫേസ് ചെയ്യുന്ന ഒരു ഏജ് ആണത്. അഡോളസൻസ് ബിഗിൻസ് വിത്ത് പ്യൂബർട്ടി. നിങ്ങൾ ഈ ഒരു ഏജിൽ സെക്ഷലി മെച്ചുവർ ആവും. നിങ്ങൾ സെക്സ് ഹോർമോൺസിലുള്ള ലെവല് ചേഞ്ച് ചെയ്യും. ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് സെക്സ് ഹോർമോൺസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നത്. ഇപ്പം ഈ ഒരു ഏജിൽ പെൺകുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ളതാണ് മൂഡ് സ്വിങ്സ്, പ്രത്യേകിച്ച് പീരിയഡ്സ് ടൈമിൽ. ഇതിന്റെ എല്ലാം കോസസ് എന്ന് പറഞ്ഞാൽ ഈ ഹോർമോൺസിന്റെ ഇൻക്രീസ്ഡ് ലെവൽസ് ആണ്. ഒരുപാട് ഹോർമോണൽ ഇംബാലൻസസും എല്ലാം ഉണ്ടാകുന്ന ഒരു ടൈമാണ് ഈ ഒരു അഡോളസൻസ്. ബോയ്സിലാണെങ്കിൽ ആങ്കറും ഇറിറ്റബിലിറ്റി, ഭയങ്കര ദേഷ്യം, ഭയങ്കര ഇറിറ്റേഷൻ എല്ലാം ആയിരിക്കും ഈ ഒരു ഏജിൽ. ഗേൾസിലാണെങ്കിൽ മൂഡ് സ്വിങ്സ് ലൈക്ക് ഡിപ്രഷൻ, ദേഷ്യം, പിന്നെ കരച്ചില്, അങ്ങനെ ഒരുപാട് മെന്റൽ ഇഷ്യൂസ് ഉണ്ടാവും. ഇതൊക്കെ ഈ ഒരു ഏജിൽ കോമൺ ആണ്. എനിക്കും ഈ ഒരു ഏജിൽ ഇതുപോലെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചത് എനിക്ക് മാത്രമാണോ ഇങ്ങനെ, പക്ഷെ അത് നമ്മളെ ഹോർമോൺസ് ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഇതാണ്. പക്ഷെ നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ പറ്റിയിട്ട് അറിയുള്ളൂ. ഞാനിപ്പോ ഇത് പഠിക്കുന്നതുകൊണ്ട് എനിക്കതിനെ കുറിച്ചൊരു ബോധമുണ്ട്. ഞാൻ അന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്തത് എന്നുള്ള ഒരു ബോധം എനിക്കിപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് വരുന്ന ഒരു ചേഞ്ച് ഇൻ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്. അതിന് മുമ്പ് ഉണ്ടായ പോലത്തെ ഒരു കുട്ടിയും പാരന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കില്ല. പിന്നെ ആ ഒരു ടൈമില് പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പിൽ നല്ല മാറ്റം ഉണ്ടാവും. അതുവരെ പാരന്റ്സിനോട് ചിലപ്പോൾ നല്ല സ്നേഹത്തിൽ കുളിച്ചുകൊണ്ടിരുന്നവരായിരിക്കും. പിന്നെ പാരന്റ്സിനടുത്ത് ഭയങ്കര ദേഷ്യപ്പെടലും, ഈ ഡോറെല്ലാം വിളിച്ചടക്കുന്ന സംഭവം, പ്രൈവസി വേണമെന്ന് പറഞ്ഞ് മാറിയിരിക്കുക, ഇതെല്ലാം ഈ ഒരു ഏജിൽ കോമൺ ആയിട്ട് വരുന്നു. ഇതിന് ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടുവരുന്നതാണ്. പാരന്റ്സ് ആയിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. പാരന്റ്സ് ആയിട്ട് വെറുതെ ഇങ്ങനെ ആർഗ്യൂ, നമ്മൾ ആ ഒരു ടൈമിലായിരിക്കും പിന്നെ ഈ ആർഗ്യുമെന്റൽ മെന്റാലിറ്റി വന്നു തുടങ്ങുന്നത്. പാരന്റ്സ് ആയിട്ട് അതിന് മുമ്പ് അത്ര ഇഷ്യൂസൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവും. പക്ഷെ അവർ വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് പാരന്റ്സ് ആയിട്ട് ആർഗ്യൂം, പാരന്റ്സിന് പേടിയായിരിക്കും, അവർ നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെക്കും. അപ്പൊ നമുക്കത് അതിനെതിരെ നമ്മൾ ആർഗ്യൂ ചെയ്യും. നമുക്ക് ആ ഒരു ഏജില് അത്രയും റെസ്ട്രിക്ഷൻസ് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. നമുക്ക് ഫ്രീഡം വേണമെന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാരന്റ് ചൈൽഡ് കോൺഫ്ലിക്ട് ഇസ് നെസസറി. ഈ ഒരു ചേഞ്ച്, ഈ ഒരു കോൺഫ്ലിക്ട് വേണം. അത് ഈ ഒരു ഏജിന്റെ ഭാഗമാണ്. അതായത് അതിനൊരു അഡാപ്റ്റീവ് വാല്യൂ ഉണ്ട്. ഈ ഒരു ഏജിൽ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ പാരന്റ്സ് ഇപ്പം പഠിക്കുകയോ പറഞ്ഞു കൊടുക്കണം. പക്ഷെ നമ്മുടെ ബ്രെയിൻ ആ ഒരു ടൈമിൽ ഈ സ്റ്റഡീസിൽ മാത്രമായിരിക്കില്ല ഫോക്കസ് ചെയ്യും, വേറെ ഒരുപാട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യും. അത് ആ ഒരു ഏജിന്റെ ഒരു പ്രോബ്ലമാണ്. ഈ അഡോളസൻസ് എന്ന് പറഞ്ഞാൽ അഡോളസൻസ് ഇസ് എ ടൈം ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് പറയാം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യും. ഈ അഡോളസന്റ് ഏജിലാണ് അധികം ആൾക്കാരും ഈ റിലേഷൻഷിപ്പിലും അതെല്ലാം പോയിട്ട് വീഴുക. ചിലപ്പോൾ അത് നല്ലതും ഉണ്ടാവും, മോശവും ഉണ്ടാവും. അത് പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, നല്ലത് ഏതാണ് മോശം ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റണം. അതുപോലെ തന്നെ ഈ പാരന്റ് ചൈൽഡും തമ്മിലുണ്ടാകുന്ന ഈ കോൺഫ്ലിക്ട്സ്, അതിന് വേറെ ഭാഗം കൂടി ഉണ്ട്. ഈ ചെറുപ്പം മുതലേ പാരന്റും ചൈൽഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണോ അതും കൂടെ ഇതിനൊക്കെ അഫക്ട് ചെയ്യും. അതായത് ചെറുപ്പം തൊട്ടേ പാരന്റും ചൈൽഡും തമ്മിൽ ഓപ്പൺ ആയിട്ടെല്ലാം സംസാരിച്ച് നല്ല സ്നേഹത്തോടെ വളർന്നു വരുന്ന അങ്ങനത്തെ ഒരു പാരന്റ്സ് കുട്ടീനെ നല്ലോണം സപ്പോർട്ട് ചെയ്യും. കുട്ടീനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പാരന്റ് ചൈൽഡ് കോൺഫ്ലിക്ട്സ് കുറച്ചും കൂടെ കുറയും. അധികം കോൺഫ്ലിക്ട്സ് ഒന്നും ഉണ്ടാവില്ല. കാരണം പാരന്റിന് അറിയാം ഇത് ഈ ഒരു ഏജിന്റെ പ്രശ്നമാണ്, അതുകൊണ്ടാണ് എന്റെ കുട്ടി ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അതിനനുസരിച്ച് പാരന്റ്സ് ഒന്നും താഴ്ന്നു കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ അധികം പാരന്റ്സിന് ഇതിനെ പറ്റിയിട്ട് അറിയില്ല. ഈ അഡോളസൻസ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്യൂബർട്ടി സ്റ്റാർട്ട് ആകുമ്പോഴാണ് അഡോളസൻസ് തുടങ്ങുന്നത്. അഡോളസൻസ് സ്റ്റാർട്ട്സ്.
പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ലാറ്റിൻ വേർഡാണ്. പ്യൂബർട്ടാസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡാണ്. ദ ഇമേജ് ഓഫ് മാൻഹുഡ് ഓർ വുമൻഹുഡ് എന്നാണ് ഈ ഒരു വേർഡിന്റെ അർത്ഥം. പ്യൂബർട്ടാസ് എന്ന് പറഞ്ഞ ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് പ്യൂബർട്ടി എന്ന് പറഞ്ഞ വേർഡ് അറൈസ് ചെയ്തിട്ടില്ല. ഈ അഡോളസൻസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സംഭവമല്ല. ഇത് ലോങ് പ്രോസസ്സാണ്. ഒരു 2 to 4 years എടുക്കുന്ന ഒരു ലോങ് പ്രോസസ്സാണ്. അതായത് നമ്മൾ പറയില്ലേ, ട്രാൻസിഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൽട്ട്ഹുഡ്, ഇതൊരു ലോങ് പ്രോസസ്സാണ്. 2 to 4 years എടുക്കുന്ന ഒരു ലോങ് പ്രോസസ്സാണ്. ചൈൽഡ്ഹുഡ് എൻഡ്സ് വിത്ത് സെക്ഷൽ മെച്യൂരിറ്റി, അപ്പോഴാണ് ഈ അഡോളസൻസ് തുടങ്ങുന്നത്. അഡൽട്ട്ഹുഡ് ഗേൾസിന് പൊതുവെ സെക്ഷൽ മെച്യൂരിറ്റി എത്തുന്നത് ഒരു 13 years ഓഫ് ഏജിലാണ്. ആ ടൈമിലാണ് അവർക്ക് നമ്മുടെ ഫസ്റ്റ് മെൻസ്ട്രേഷൻ ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് മെനാർക്കി എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ആ ടൈമിൽ ഗേൾസിന് ഭയങ്കര വളർച്ചയായിരിക്കും. ഗേൾസ് പെട്ടെന്ന് നീളം വെക്കും, ബോയ്സ് ഒക്കെ ഭയങ്കര ചെറുതായിരിക്കും. ബോയ്സിന്റെ ഇടയിൽ ഒരു കോംപ്ലക്സ് ഉണ്ടാവും. ഈ ഒരു സെവൻത് സ്റ്റാൻഡേർഡ് വരെയൊക്കെ ഗേൾസും ബോയ്സും ലൈക്ക് ടോം ആൻഡ് ജെറി പോലെയായിരിക്കും. എപ്പോഴും അടിയും പിടിയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാം വഴക്കോ അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ടൈം. ഒരു 9th എത്തുമ്പോൾ പിന്നെ ഇവർ ഭയങ്കര സാധനം ഭയങ്കര ക്വയറ്റാവും. അത് പിന്നെ ഇനി തീരെയും പോകുമ്പോന്നല്ല, അത് പിന്നെ ഇനി ലെറ്റർ എക്സ്ചേഞ്ചിന്റെ ടൈമാണ്. ലെറ്റർ എക്സ്ചേഞ്ചും റിലേഷൻഷിപ്സും ലവ് ഇതെല്ലാം കോമൺ ആണ് ഈ ഒരു ഏജിൽ. അത് നമുക്ക് തോന്നണം. അത് നമ്മുടെ ഹോർമോണിന്റെ ഇഷ്യൂസ് ആണ്. നമുക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നും. അത് സർവ്വസാധാരണമാണ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. ശരിയേതാ തെറ്റേതാ മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. ഒരു 25 years വരെ നമ്മളെ പാർട്ട്ണറിനെ ചൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. എന്ന് വെച്ചാല് നമ്മുടെ ഫ്രോണ്ടൽ കോർട്ടക്സ് കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആവാൻ 25 years എടുക്കും. അന്നേരം നമ്മൾ കംപ്ലീറ്റ്ലി മെച്ചുവർ ആയി എന്ന് പറയാം. അതുവരെ നമുക്ക് എന്ത് ചോയ്സ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് പറ്റാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ ഒരു 25 years കഴിഞ്ഞിട്ട് ചൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ ഒന്നും എക്സ്പ്ലോർ ചെയ്യാണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഈ അഡോളസൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് ആൻ ഏജ് ഓഫ് എക്സ്പ്ലോറേഷൻ. നമ്മളിപ്പം റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും നമ്മൾ ഏതെങ്കിലും പഠിക്കാൻ വേണ്ടി ഏതെങ്കിലും കോഴ്സ് എടുക്കുന്നതായാലും നമ്മൾ നല്ലോണം എക്സ്പ്ലോർ ചെയ്തിട്ട് മാത്രം കോഴ്സ് എടുക്കാം. ഇനിയിപ്പം എന്റെ അമ്മ പറഞ്ഞു, എന്റെ അച്ഛൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഈ കോഴ്സ് എടുക്കുന്നത് അത് ഒരിക്കലും പറയാൻ പാടില്ല. നമ്മൾ എല്ലാ കോഴ്സിനെ പറ്റി നമ്മൾ അറിയാം. നമ്മൾ ഇൻട്രസ്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാം. എന്നിട്ട് മാത്രം നമ്മൾ ഒരു കോഴ്സ് എടുക്കുക. കാരണം നമ്മളിപ്പോ ചൂസ് ചെയ്യുന്ന കോഴ്സ് ആയിരിക്കും ചിലപ്പോൾ നമ്മളെ ഫ്യൂച്ചർ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മളാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മളാണ് ഏൺ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലൈഫ് മുഴുവൻ നമ്മള് ചെയ്യേണ്ട ഒരു കാരിയർ ആയിരിക്കും, നമ്മുടെ കാരിയർ ആയിരിക്കും. അപ്പൊ നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും എന്റെ അമ്മ പറഞ്ഞുള്ളതുകൊണ്ട് എന്റെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ കോഴ്സ് എടുത്തു അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ട് മാത്രം ഒരു കോഴ്സ് എടുക്കുക. അത് പാരന്റ്സിനോട് കൂടിയാണ്. പാരന്റ്സ് കുട്ടികൾ ഒരിക്കലും ഇമ്പോസ് ചെയ്യാൻ പാടില്ല. പാരന്റ്സിന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒരിക്കലും ഇമ്പോസ് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾ കുട്ടികളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കും. അതുപോലെ തന്നെ ഈ ഒരു ഏജില് ഡ്രസ്സിന്റെ കാര്യത്തിൽ പാരന്റ്സും കുട്ടികളും തമ്മിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. പൊതുവെ പെൺകുട്ടികളുടെ കേസിലാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത്. ആ ഒരു ഏജിൽ നമ്മൾ ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ് ചെയ്യും. നമ്മുടെ കണ്ണില് ചിലപ്പം നമ്മുടെ പാരന്റ്സിന് ആ ഒരു ഡ്രസ്സിങ് സെൻസ് ഇല്ല, അത് ജനറേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നമാണ്, അങ്ങനെ നമ്മൾ പറയും. ഇപ്പൊ നമ്മളിപ്പം ഒരു കുട്ടിയും പാരന്റും കൂടെ ഡ്രസ്സ് എടുക്കാൻ പോയെന്ന് വിചാരിക്കുക. അപ്പം ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് ചിലപ്പോൾ അമ്മേന്റെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ ചോദിക്കൂലേ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കില്ല. നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഫ്രണ്ട്സിനായിട്ട് എടുക്കും, ചോദിക്കും എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അത് ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ മൈൻഡിൽ വിചാരിക്കും ഓക്കെ പാരന്റ്സിന് ഡ്രസ്സിങ് സെൻസ് ഇല്ല, അവർക്ക് ചൂസ് ചെയ്താൽ ശരിയാവില്ല, അവർ ചൂസ് ചെയ്താൽ ശരിയാവില്ല. നമ്മളെ ഫ്രണ്ട്സ് ആകുമ്പോൾ നമ്മൾ അതേ വൈബല്ലേ, സോ അവർക്ക് മനസ്സിലാവും ഇത് രസമുണ്ടോ രസമില്ലേ നമുക്ക് ചെയ്യുന്നുണ്ടോ. നമ്മുടെ ഫ്രണ്ട്സിന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. ഇതിനെ കുറച്ച് പാരന്റ്സും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് ആ ഒരു ഏജിലെ പ്രശ്നമാണെന്ന് പാരന്റ്സ് ആക്സെപ്റ്റ് ചെയ്യണം. 25 years വരെ നമ്മൾ പാർട്ട്ണറെ ചൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ ഒരു റീസൺ എന്താ വെച്ചാല് നമ്മളിപ്പം വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ആവും. നമുക്കിപ്പം ഇപ്പോൾ ഉള്ള പെർസ്പെക്റ്റീവ് ആയിരിക്കില്ല. അപ്പം ഒരു 18 years തോന്നുന്ന കാര്യങ്ങളായിരിക്കും ഒരു 25 years ആകുമ്പോൾ. 18 years നമ്മൾ ചിലപ്പം കാണാൻ നല്ല ലുക്കുള്ളതൊക്കെ അങ്ങനെ ഇല്ല ഇതിലായിരിക്കും നമ്മൾ ചിലപ്പോൾ നമ്മൾ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യും. പക്ഷെ ഒരു 25 years ആകുമ്പോൾ നമ്മൾ അവരുടെ ഇന്റേണൽ വാല്യൂസ്, അവരുടേതായ വാല്യൂസ് അല്ലെങ്കിൽ അവരുടെ വാല്യൂ മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരെ ചൂസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം. എന്നിട്ട് മാത്രം ഒരു പാർട്ട്ണർ ചൂസ് ചെയ്യാം. ഗേൾസിന്റെ പ്യൂബർട്ടി നമ്മൾ മെനാർക്കി എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബോയ്സിലും ഉണ്ട് പെർമാക്കി എന്നാണ് ബോയ്സിന്റെ പ്യൂബർട്ടി നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നൊട്ടേണൽ ആർക്കി എന്ന് പറയും. ഇപ്പോഴത്തെ കാലത്ത് പിന്നെയും കൊണ്ടുവരുന്ന സംഭവം ഗേൾസിനെ പിന്നെയും ഈ മെൻസ്ട്രേഷൻ ഇതിനെല്ലാം വേണ്ടി പ്രിപ്പയർ ആക്കും പാരന്റ്സ്. പക്ഷെ ബോയ്സിനെ ഇതിനെ പറ്റിയിട്ട് അങ്ങനെ ആരും പറഞ്ഞു കൊടുക്കുന്ന കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഒരു 19 years ഓഫ് ഏജ് വരെ നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രോത്ത് നിൽക്കും. അതായത് നമ്മുടെ ലെങ്ത് നിൽക്കും. ബ്രെഡത്തില് ഇഞ്ചസ് വ്യത്യാസം, തടിക്കും മെലിയും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും. അതുപോലെ പക്ഷെ നമ്മള് നീളം അതവിടെ നിൽക്കും. ഈ 19 years വരെ മാത്രമേ ഒരു ഗ്രോത്ത് ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ പെൺകുട്ടികൾക്ക് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞ സംഭവമില്ല. എന്താ വെച്ചാൽ ഇന്നത്തെ ലൈഫ് സ്റ്റൈലും എല്ലാം കാരണം പെൺകുട്ടികളെ നേരത്തെ പ്യൂബർട്ടി ഹിറ്റ് ചെയ്യാണ്. അതായത് ഇപ്പൊ ഒരു 3rd സ്റ്റാൻഡേർഡിൽ എത്തുമ്പോൾ തന്നെ കുട്ടികൾക്ക് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതിനെല്ലാം കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മാത്രമാണ്. അപ്പം
ഇതിന്റെ ബാക്കി ഫാക്ടേഴ്സ് എന്തെല്ലാം നോക്കാം. ഇതെല്ലാം കോസ് ചെയ്യുന്ന ബാക്കി ഫാക്ടേഴ്സ് എന്തെല്ലാം നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിലെ മെയിൻ ആയിട്ടുള്ള 2 എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്. അതായത് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും ഗൊണാഡ്സ്. ഈ 2 ഗ്ലാൻഡ്സ് ആണ് ഈ പ്യൂബർട്ടിക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. പ്യൂബർട്ടി എത്താറാവുമ്പം ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. അതായത് സ്ട്രക്ചറലി ആയാലും ഫംഗ്ഷനലി ആയാലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. ഈ 2 ഗ്ലാൻഡ്സ് ബൈ ബർത്ത് ജനിക്കുമ്പോൾ തന്നെ നമ്മളിൽ ഉണ്ടാവും. പക്ഷെ ഈ ഒരു ഏജ് എത്തുമ്പോൾ ഇതിന്റെ ആക്ടിവിറ്റി കൂടും. ഇത് ഒരു ഹോർമോൺസ് നല്ലോണം സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഈ ഒരു ഗ്ലാൻഡ്സിന്റെ ആക്ടിവിറ്റീസ് നമ്മൾ പ്യൂബർട്ടി എത്തുന്നതിന് മുന്നേ തുടങ്ങും. പക്ഷെ പ്യൂബർട്ടി എത്തുമ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ ഇത് കൂടും. ഇതിനാണ് നമ്മൾ ട്രിഗർ മെക്കാനിസം എന്ന് പറയും. അതാകുമ്പോൾ ആ ടൈം എത്തുമ്പോൾ നല്ലോണം ഇതിന്റെ ആക്ടിവിറ്റി കൂടും. ഇനി നമുക്ക് ഈ ഒരു ഏജിൽ ഉണ്ടാവുന്ന പ്രധാന ചേഞ്ചസ് എന്തെല്ലാം എന്ന് നോക്കാം. അതായത് നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാവും. നമ്മുടെ ബോഡി സൈസിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവും. ഒരു 6 ഇഞ്ചസ് വരെ ലെങ്ത് കൂടാം. അതുപോലെ തന്നെ ഒരു 9 to 10 kgs വരെ വെയിറ്റ് കൂടാം. നമ്മൾ സെക്ഷൽ മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ ഇതൊന്ന് സ്റ്റോപ്പ് ആവും, അല്ലെങ്കിൽ ഒന്ന് സ്ലോ ഡൗൺ ആവും. ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് പ്രോസസ് അല്ല, ഇതൊരു ലോങ് ടേം പ്രോസസ് ആണ്. ഒരു 4 years വരെ പോകും. നമ്മുടെ ഹൈറ്റിന്റെ കേസിലാണെങ്കിൽ ഗേൾസിൽ ഒരു 18 years വരെ അവരുടെ ഹൈറ്റ് കൂടും. അതുപോലെ തന്നെ ബോയ്സിലാണെങ്കിൽ ഒരു 19 to 20 years വരെ അവരുടെ ഹൈറ്റ് കൂടും. പിന്നെ ബോഡി പ്രൊപ്പോർഷനിൽ ചേഞ്ചസ് ഉണ്ടാവും. പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, സെക്കൻഡറി ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. ഇതിലെല്ലാം ചേഞ്ചസ് ഉണ്ടാവും. ഇനി നമുക്ക് അഡോളസൻസ് സ്റ്റെറിലിറ്റിനെ പറ്റി പറയാം. ഒരു കുട്ടി പ്യൂബർട്ടി എത്തിക്കഴിഞ്ഞാന്ന് വെച്ചാൽ ആ കുട്ടിക്ക് പ്രഗ്നന്റ് ആവാൻ പറ്റണമെന്നില്ല. ഈ പ്യൂബർട്ടി എത്തിക്കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ മുതൽ ഒരു വർഷം വരെ ടൈം എടുക്കാം ഈ ഒരു സ്റ്റെറിലിറ്റി വരാൻ വേണ്ടി. നമ്മൾ പറഞ്ഞ സെക്കൻഡറി സെക്സ് ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് വരും എന്ന് പറഞ്ഞു. ഈ ഒരു ഏജിൽ സെക്കൻഡറി സെക്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ്. ഈ സെക്കൻഡറി സെക്സ് ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സെക്കൻഡറി സെക്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ ഉണ്ടാക്കുന്നത്. ഈ ചേഞ്ചസ് അവരുടെ ബിഹേവിയറിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ചില ആൾക്കാർ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു മെച്യൂരിറ്റിയിലെത്തും. ചില ആൾക്കാർ വളരെ സ്ലോ ആയിട്ടായിരിക്കും എത്തുന്നത്. ഇതിനെ നമ്മൾ റാപ്പിഡ് മെച്ചുറേഴ്സിനും സ്ലോ മെച്ചുറേഴ്സിനും പറയും. റാപ്പിഡ് മെച്ചുറേഴ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സെക്ഷൽ മെച്യൂരിറ്റിയിൽ എത്തുന്ന ആൾക്കാർ റാപ്പിഡ് മെച്ചുറേഴ്സ്. കുറച്ച് സ്ലോ ആയിട്ട് കുറച്ചധികം ടൈം എടുത്ത് ഈ ഒരു സ്റ്റേജിലോട്ട് എത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ സ്ലോ മെച്ചുറേഴ്സ് എന്ന് പറയാം. നമുക്ക് ഇതിനെ ശരിക്കും 3 ക്ലാസിഫൈ ചെയ്യാം. അതായത് എൻഡോമോർഫിക്, മീസോമോർഫിക് ആൻഡ് എക്ടോമോർഫിക്. എൻഡോമോർഫിക് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻഡ് ഫാറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരിലെന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് കുറച്ചും കൂടെ സ്ലോ ആയിട്ട് കുറച്ചും കൂടെ ടൈം എടുക്കും. മീസോമോർഫിക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മസ്കുലർ ആയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ എക്ടോമോർഫിക് എന്ന് പറഞ്ഞാൽ കുറച്ച് ടോൾ ആൻഡ് തിൻ ആയിട്ടുള്ള ആൾക്കാരാണ് എക്ടോമോർഫിക് എന്ന് പറയാം. ലേറ്റ് ആയിട്ട് മെച്ചുർ ആവുന്ന ചില ആൾക്കാരിൽ ഈ പ്രോസസ് ചിലപ്പോൾ പെട്ടെന്ന് കംപ്ലീറ്റ് ആവും. അങ്ങനെയുള്ള ആൾക്കാരിൽ ഗ്രോത്തിൽ ചില പ്രോബ്ലംസ് ഉണ്ടാവും. അവർ പ്രോപ്പർ ആയിട്ട് ഗ്രോ ആവില്ല. അതായത് ബോഡിനെ ഇമ്പാക്ട് ചെയ്യും, ബോഡി സൈസിനെ ഇമ്പാക്ട് ചെയ്യും. പിന്നെ അഡോളസന്റ് ഏജിലെ ഒരു മേജർ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അഡോളസൻസിനെ അവരുടെ പാരന്റ്സിന്റെ അടുത്ത് സംസാരിക്കേണ്ട. അതായത് അവരുടെ പാരന്റ്സിനെ ഈ കുട്ടികളടുത്ത് സംസാരിക്കണം എന്ന് തോന്നുമ്പോൾ ഈ അഡോളസൻസിന് സംസാരിക്കാൻ തീരെ താല്പര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇവർക്ക് സംസാരിക്കണം തോന്നുമ്പോൾ പാരന്റ്സ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുകയും അത് പാരന്റ്സ് ഒന്നും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് ഈ ഒരു ഏജിൽ അങ്ങനെയാണ്. കാരണം എന്റെ ആ ഒരു ഏജിലും ഞാൻ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ട്. എന്റെ പാരന്റ്സിനെ എന്തൊക്കെ സംസാരിക്കാൻ വരുമ്പോൾ ഞാൻ ഭയങ്കര ദേഷ്യപ്പെട്ടാണ്. ഞാൻ പറയും, കുറച്ച് സമാധാനം തരുമോ എന്ന് പറഞ്ഞ് ഞാൻ എണീച്ച് പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമുക്കിപ്പോ ഇതൊക്കെ പഠിക്കുമ്പോ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേന്നുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വരെയുണ്ട്. അതെല്ലാം ഈ ഒരു ഏജിന്റെ മെയിൻ പ്രോബ്ലംസ്. പക്ഷെ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മളൊന്ന് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാല് ഇരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അത് നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരാൻ വേണം. നമ്മള് ഇതെല്ലാം ഈ ഒരു ഏജിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരണം. ഇത് ഈ ഒരു ഏജിന്റെ പ്രശ്നമാണ്, ഈ ഒരു ഏജിൽ ഇങ്ങനെയെല്ലാം ഉണ്ടാവും, അങ്ങനെയെല്ലാം പറഞ്ഞു തന്നാല് ആ ഒരു ടൈമിൽ അതാണ് തീരും. പക്ഷെ അന്നേരം ആരും പറഞ്ഞു തരാൻ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ പാരന്റ്സിന്റെ അടുത്തോട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യില്ല, പറഞ്ഞു കാരണത്തൊന്നും അങ്ങനെ റിയാക്ട് ചെയ്യില്ലൊന്നുമില്ല. പൊതുവേ സംസാരം കുറഞ്ഞു. നമ്മുടെ ഈ അഡോളസൻസിൽ ഉണ്ടാകുന്ന വേറൊരു മെയിൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് മാറും. ഈ അഡോളസൻസിന് മുമ്പ് ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കില്ല അതിനുശേഷം ഉണ്ടാകാൻ. ഞാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രോവേർട്ടായി എല്ലാവരുടെ സംസാരിക്കുന്നത്, എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഒരു ഒരു നാണക്കേടോ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലാത്ത ഒരു ടൈപ്പായിരുന്നു. നെവർ മൈൻഡ് എന്നുള്ള ഒരു ക്യാരക്ടറായിരുന്നു. പിന്നെ അഡോളസന്റ് കഴിഞ്ഞതോടെ മാറി ഇൻട്രോവേർട്ട് ആയി. അങ്ങനെ ആരുടെ അങ്ങനെ സംസാരിക്കില്ല, കുറവാണ്. എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ പോലും പങ്കെടുക്കില്ല. അങ്ങനത്തെ രീതിയിൽ. പക്ഷെ ഇപ്പെല്ലാം അതൊന്ന് മാറാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പം പറഞ്ഞു നിർത്തിയത് എങ്ങനെയാന്ന് വെച്ചാൽ പാരന്റ്സിന് കുട്ടികളടുത്ത് സംസാരിക്കണമെന്നൊന്നും അവർക്ക് സംസാരിക്കാനുള്ള മൂഡ് ഉണ്ടാവില്ല. അവർക്ക് സംസാരിക്കണമെന്നില്ല. പക്ഷെ ഈ കുട്ടികൾക്ക് സംസാരിക്കണം തോന്നുമ്പോൾ അപ്പൊ പാരന്റ്സ് അവിടെ ഉണ്ടാവും. ഈ ഒരു കാര്യം പാരന്റ്സ് മനസ്സിലാക്കണം. ഇത് എന്തുകൊണ്ടാണ് അവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് പാരന്റ്സ് മനസ്സിലാക്കിയേ പറ്റും. അത് അവിടെ ഒരു കോൺഫ്ലിക്ട് ഒഴിവാക്കാൻ വേണ്ടി അത് സഹായിക്കും. അവർക്ക് ശരിക്കും ക്വയറ്റ് എൻവയോൺമെന്റ് വേണം. അധികം ബഹളവും അത് ഈ പുറത്തുണ്ടാവുന്ന ഈ ബഹളം, ഈ ടീമിന്റെ സൗണ്ട്, ഇതെല്ലാം അവർക്ക് അന്നേരം നല്ല ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടി സാധ്യത എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ എക്സ്പീരിയൻസ് ഒന്നും ഞാൻ പറയുന്നതാണ്. ഈ അഡോളസൻസിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. ശരിക്കും പറഞ്ഞാല്
ഒരു സെക്കൻഡ് ചാൻസ് ആണ്. നമുക്ക് ലൈഫ് തരുന്ന ഒരു സെക്കൻഡ് ചാൻസ് ആണ്. ഇത് നമ്മൾ ഗ്രോ ചെയ്യുന്നതിന്റെ ഒരു പാർട്ടാണ് ഈ ഒരു ഫേസ്. ഈ ഒരു ബന്ധം നമുക്ക് ഫസ്റ്റ് അഡോളസെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ഒരു സെക്കൻഡ് അഡോളസെന്റ് എന്ന് പറഞ്ഞൊരു ഫേസ് ഉണ്ട്. അതായത് ഈ കുട്ടികളെല്ലാം വലുതായി പഠിക്കാൻ പോയി, പുറത്തെല്ലാം പഠിക്കാൻ പോയി, പാരന്റ്സ് വീട്ടിൽ ഒറ്റക്കാവുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അവർ റിട്ടയറും കൂടി ആയി. അങ്ങനെ ഒരു സ്റ്റേജ് നമുക്ക് സെക്കൻഡ് അഡോളസെൻസ് എന്ന് പറയാം. നമ്മളെ ഈ ദേഷ്യം, ഇറിറ്റേഷൻ, വാശി, ഡിപ്രഷൻ, സങ്കടം ഇതുപോലത്തെ ഒരുപാട് ഇമോഷൻസ് ഇതെല്ലാം ഒരു സ്റ്റാൻഡേർഡും കൂടി തുടങ്ങും. പക്ഷെ ഇത് പീക്കിലെത്തുക എന്ന് പറയുന്നത് ഒരു 11th 12th ആ ഒരു ടൈം ആകുമ്പോഴത്തത് അതിന്റെ പീക്കിലെത്താം. എനിക്കിപ്പോ കംപ്ലീറ്റ്ലി ഭയങ്കരമായിട്ട് റിലേറ്റ് ആവുന്ന സംഭവം. ഞാൻ എന്തെല്ലാം ടൈമിൽ ചെയ്ത് കൂട്ടിയെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. ഞാൻ തന്നെ വിചാരിച്ചിട്ട് ഞാൻ മെന്റലി അൺസ്റ്റേബിൾ ആണോ എന്ന് ഞാൻ തന്നെ വിചാരിച്ചിരുന്നു. പക്ഷേ അത്രക്കും ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവും. പക്ഷെ അത് ചില കുട്ടികൾക്ക് അധികം ഉണ്ടാവണമെന്നില്ല, ചില കുട്ടികൾക്ക് നല്ലോണം ഉണ്ടാവാം. അതിന്റെ ഏറ്റവും പീക്കിലെത്തുന്ന ഒരു ടൈമാണ് ഈ 11th 12th ആ ഒരു ടൈം. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിങ്ങനെ സിവിലി ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇപ്പം ഈ ഒരു ഏജ്, എന്റെ ഈ ഒരു ഏജ് പറയുമ്പോൾ 2021 ഈ ഒരു ഏജ് എത്തുമ്പോൾ അതിലൊന്ന് കൂൾ ഡൗൺ ആവും. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും, ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും. അപ്പൊ നമ്മളെ സ്വഭാവത്തിൽ ചേഞ്ച് ഉണ്ടാവും. അന്നേരം നമ്മൾ ഭയങ്കര വയലന്റ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം ചിലപ്പോൾ ഭയങ്കര സൈലന്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു 11th 12th എന്ന് പറയുന്ന പീരീഡ് എന്ന് പറഞ്ഞാല് ഭയങ്കര ഡേഞ്ചറസ് ആണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമ്മൾ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവം. ആ ടൈമിൽ തന്നെ പാരന്റ്സ് നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസും വെക്കും. മൊത്തത്തിൽ ദേഷ്യം വരും, ഭയങ്കര പ്രശ്നം. എന്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര എനിക്കിപ്പോ ആലോചിക്കുമ്പോൾ ചിരി വരും. കാരണം അന്ന് അത്രക്കും പ്രശ്നമുണ്ട്. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഭയങ്കര മെന്റലി ആയാലും ഉറക്കം, സ്ലീപ്പ് മൊത്തം പോയി. ഫുൾ പ്രശ്നങ്ങളായിരുന്നു. ഞാൻ വിചാരിച്ചു എന്താ എന്റെ ജീവിതം ഇങ്ങനാന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഇനി എന്റെ ഫ്യൂച്ചർ എന്താവും അങ്ങനെ ഞാൻ വിചാരിച്ചു. പക്ഷെ എനിക്ക് കറക്റ്റ് ടൈമില് ഞാൻ ഓക്കെ എല്ലാം തോന്നുമ്പോ ഞാൻ പാരന്റ്സിനെ പറഞ്ഞ് എനിക്ക് ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം. എനിക്ക് ശരിക്കും ഒരു സൈക്കോളജിസ്റ്റിനെ കാണുമെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും മോശമായിട്ടുള്ള കാര്യമില്ല. ശരിക്കും ഈ സൈക്കോളജിസ്റ്റ് എന്തിനാന്ന് വെച്ചാല് നമ്മള് മെന്റലി എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര്. ഭ്രാന്തിനെ ചികിത്സിക്കുന്നത് സൈക്കാട്രിസ്റ്റ്. സൈക്കോളജിസ്റ്റ് പറഞ്ഞാല് നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് സൈക്കോളജിസ്റ്റ്. ഓക്കെ, ഇപ്പൊ ഞാൻ സൈക്കോളജിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞു. ഇപ്പൊ ആദ്യം അവർ അത്ര കാര്യമാക്കിയിട്ടില്ല, പിന്നെ വേഴ്സൺ ആവാൻ തുടങ്ങി. അപ്പം എനിക്ക് അതിന്റെ ഇടയ്ക്ക് വേറൊരു ഇഷ്യൂ കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ എൻട്രൻസ് കോച്ചിങ് പോയിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക്. അത് എനിക്ക് ഭയങ്കര മെന്റലി ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാക്കി. അവിടെ കുറെ ട്രോമാസ് ഉണ്ട്. അതെല്ലാം ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാക്കി. അതിന്റെ ഇടയ്ക്ക് അച്ചാച്ചൻ മരിച്ചു. അച്ചാച്ചൻ എന്ന് പറഞ്ഞാല് എന്റെ അത്രയും പ്രിയപ്പെട്ട ഒരാളായിരുന്നു. അപ്പം അതും കൂടെ ആയപ്പോ എനിക്ക് തീരെ സഹിക്കാൻ പറ്റാണ്ടായി, ഡിപ്രഷനായി. BPD എന്ന് പറഞ്ഞ സംഭവം, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഈ ഒരു സംഭവം വന്നു. അപ്പൊ എനിക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടായി. അങ്ങനെ ഞാൻ സൈക്കോളജിസ്റ്റിനെ കണ്ടു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഓക്കെ ആയി. കുറെ സിറ്റിംഗ് കഴിഞ്ഞാൽ അന്ന് ഓക്കെ ആയി. അപ്പൊ നമുക്ക് മെന്റലി എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് സ്വയം സോൾവ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ സൈക്കോളജിസ്റ്റിനെ കാണാൻ. അത് ഒരിക്കലും തെറ്റായ ഒരു കാര്യമില്ല. നമ്മൾ ഒരിക്കലും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും അത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി പാടില്ല. നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സോ നമുക്ക് സ്വയം നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരാളെ ഹെൽപ്പ് സെലക്ട് ചെയ്യുന്നത് ഓൾവേസ് ബെറ്റർ ആണ്. എനിക്ക് എൻട്രൻസ് ട്രോമാസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പിന്നെ നമുക്കൊരു പ്രൈവസി ഇല്ല. അല്ലെങ്കിൽ 16 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. 16 ഇയേഴ്സ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം പ്രൈവസി വേണ്ട ഒരു ഏജാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഡ്രസ്സ് മാറുമ്പോൾ നമുക്ക് അത്യാവശ്യം പ്രൈവസി വേണ്ട ഒരു ടൈം. റൂംസ് എന്ന് പറഞ്ഞാല് ജനലുണ്ട്. ജനലിന് ഗ്ലാസ് കാര്യങ്ങളൊന്നുമില്ല. ജനലിന്റെ കമ്പി മാത്രമുണ്ട്. ആ ജനലിന്റെ പകുതിക്കുന്ന കർട്ടൻ ഇട്ട് നമ്മളിപ്പോ റൂമിൽ നിന്ന് ഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ വാതിൽ അടച്ചു വെച്ചോ, വാതിൽ ക്ലോസ് ചെയ്യുന്നതാണെങ്കിലും വാതിലിന്റെ നടുവിൽ ഈ ICUന്റെ ഉള്ളിലൊരു ഇതുണ്ടാവില്ല, ഒരു ഹോള് പോലെ ചെറിയൊരു ഗ്ലാസ് ഇട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മള് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും തോർത്തെങ്ങാനും അതിന്റെ മുകളിലെങ്ങാനും വെച്ചിട്ട് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു ദിവസം എനിക്കുള്ള എക്സ്പീരിയൻസ് ആണ്. ഈ വാർഡൻ വന്നിട്ട് കർട്ടൻ മാറ്റി നോക്കി പറഞ്ഞാൽ നമുക്ക് ഗ്ലാസും കാര്യങ്ങളും ഒന്നുമില്ല, ജസ്റ്റ് കമ്പി അതിന്റെ പകുതി മുതൽ കർട്ടനായി. നമ്മളെ ഒരു പ്രൈവസി തോന്നുന്നൊരു സംഭവമാണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് അതെങ്ങനെയാ പറയണ്ടേന്ന് എനിക്കറിയില്ല. അതിൽ നമുക്ക് മെന്റലി ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. നമ്മള് ഓക്കെ അതുപോലെ തന്നെ ഉറക്കത്തിന്റെ കാര്യത്തിലായാലും ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായി. നമ്മൾ ഈ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 7 to 9 ഇയേഴ്സ് സ്ലീപ്പ് നമുക്ക് എന്തായാലും കിട്ടണം. ആ ഒരു ടൈമിൽ പറഞ്ഞാൽ നമ്മൾ ഡെയിലി 5 മണിയാകുമ്പോൾ എണീക്കണം. അത് പിന്നെ 6 മണിക്ക് 6:30 ക്ലാസ് തുടങ്ങും, അതിന് പോകണം.
അത് കഴിഞ്ഞ് വന്ന് ക്ലാസ് കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് മാറ്റി അപ്പാട് സ്കൂളിൽ പോകണം. സ്കൂളിൽ പോയി 4:45 5 മണിക്ക് ആദ്യ ക്ലാസ് എൻട്രൻസ്. അതായത് ഈ ഹോസ്റ്റലിലാണ് ഈ ക്ലാസ് ഉണ്ടാവുക. വേറെ പുറം ലോകമായിട്ട് വേറെ ബന്ധമൊന്നുമില്ല. ഫോണില്ല. ഫോൺ നമുക്ക് വീട്ടിലോട്ട് വിളിക്കാം. അതും 20 മിനിറ്റ്സ് ഇഷ്യൂ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 4:45 ക്ലാസ് കഴിഞ്ഞാൽ 5 മണിക്ക് അടുത്ത ക്ലാസ്. അത് കഴിഞ്ഞ് കുറച്ച് സമയം ബ്രേക്ക് കിട്ടി 7:30 ആകുമ്പോൾ 7 മണിയോ 7:30 ആകുമ്പോൾ അടുത്ത ക്ലാസ്. അതൊരു 8:30 ആകുമ്പോൾ കഴിഞ്ഞ് അത് കഴിഞ്ഞ് വന്ന് കുളിച്ച് എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു 20 മിനിറ്റ്സ് വീട്ടിലോട്ട് വിളിച്ച് എല്ലാം കഴിയുമ്പോൾ 9:30 എന്നിട്ട് വേണം പഠിക്കാനിരിക്കാൻ. ഇങ്ങനത്തെ പോർഷൻസ് വേറെ പഠിക്കണം, എൻട്രൻസിന്റെ പോർഷൻസ് വേറെ പഠിക്കണം. ഒരുമാതിരി ടോർച്ചറിങ് തന്നെ പറയാം. ഞാൻ അതുകൊണ്ട് 1 ഇയർ കഴിയുമ്പോൾ തന്നെ ഞാൻ നിർത്തി. എനിക്ക് തോന്നി ഇത് എന്നെ കൊണ്ട് ഇനി പറ്റൂല. കാരണം മെന്റലി ഒരുപാട് ഇഷ്യൂസ് ആയി, ഫിസിക്കലി ഇഷ്യൂസ് ആയി, എനിക്ക് ഒരുപാട് അസുഖങ്ങളെല്ലാം വന്നു. പിന്നെ സ്കൂളിലൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല. എപ്പോഴും ഛർദി, ഞാൻ കയ്യിൽ ഇങ്ങനെ വെറുതെ വിറക്കും. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വന്നു. അതെല്ലാം ആലോചിക്കുമ്പോൾ ഇപ്പൊ ശരിക്കും പേടിയാവും. അതുപോലെ തന്നെ വാർഡൻ, അതിപ്പോ ഞാൻ എൻട്രൻസ് കഴിഞ്ഞ് നിർത്തി വന്ന് വീട്ടിലെത്തിയിട്ടാകുമ്പോൾ ഞാൻ എപ്പോഴും എന്റെ കയ്യിൽ എപ്പം ബുക്കുണ്ട്. ഇങ്ങനെ ബുക്കും പിടിച്ച് എപ്പോഴും ഇങ്ങനെ ഇരിക്കും. ഒരു ദിവസം ഞാൻ അറിയാണ്ട് രാത്രി പഠിക്കുന്നതിനിടയ്ക്ക് ഞാൻ അങ്ങനെ വെറുതെ ഉറങ്ങിപ്പോയി. ഒരു 7 8:30 അങ്ങനാകുമ്പോൾ പഠിക്കുമ്പോൾ അങ്ങനെ അറിയാണ്ട് ഉറങ്ങിപ്പോയി. അതിനിടയ്ക്ക് എന്തോ അച്ഛനും അമ്മേൻ്റെ അടുത്ത് സംസാരിക്കുന്ന സൗണ്ട് കേട്ടു. അപ്പൊ പെട്ടെന്ന് ഞെട്ടി എണീറ്റ് എവിടെയാ ബുക്കുള്ളത്, ബുക്ക് എടുത്ത് കയ്യിൽ പിടിച്ചു. ബുക്കെടുത്ത് കയ്യിൽ പിടിച്ച് ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. അത് ആ ഒരു ട്രോമയുടെ ആ ഒരു എഫക്റ്റ് ആണ് ആ ഒരു വാർഡന്റെ. നമുക്ക് അതുപോലെ തന്നെ അവിടെ എൻട്രൻസിന്റെ അവിടെ തന്നെ നമുക്ക് സ്റ്റഡി ഹോൾ, ശരിക്കും ജയില് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സ്റ്റഡി ഹോളിന്റെ അവിടെ നിന്ന് പഠിക്കണം, സംസാരിക്കാൻ പാടില്ല. ഒരു ഫേസ് ഓഫ് ലൈഫ് അതങ്ങനെ കഴിഞ്ഞു. നോർമലി ഉണ്ടാകുന്ന അഡോളസന്റ് ഇഷ്യൂസിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം കൂടെ വന്ന് ഒരുപാട് ട്രോമാസ് ഉണ്ടാകുന്നു. നമുക്കൊരു സ്റ്റഡി റെക്കോർഡ് ബുക്ക് ഉണ്ട്. ആ ബുക്കിൽ ഇങ്ങനെ നമ്മൾ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിച്ചു, അന്നേരം ആ ബുക്കിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കണം. ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ പഠിച്ചു. അതിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കറക്റ്റ് ടൈം ഉണ്ട്, ലഞ്ചിന് ഒരു കറക്റ്റ് ടൈം ഉണ്ട്, അതുപോലെ തന്നെ ഡിന്നറിന് ഒരു കറക്റ്റ് ടൈം ഉണ്ട്. അതല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ആ സ്റ്റഡി ഹോളിൽ നമ്മൾ ആ സീറ്റിൽ ഇരിക്കണം. ഒരു ഡെസ്കും ഒരു ചെയറും ഉണ്ടാവും, അല്ല ടേബിളും ചെയറും ഉണ്ടാവും. അവിടെ തന്നെ ഇരിക്കണം. അവിടെ നിന്ന് എണീക്കാൻ പാടില്ല. നമ്മൾ മുന്നിൽ വെറുതെ നടക്കാൻ പാടില്ല, പോകാൻ പാടില്ല, ഉറങ്ങാൻ പാടില്ല. അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ടായി. എന്തിനാ ജീവിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. എനിക്കപ്പെല്ലാം ഈ ഡോക്ടർ ആവണം ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് പക്ഷെ ഞാൻ ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാണ്ട് ചിന്തിച്ച് എടുത്തൊരു തീരുമാനമാണ്. അത് മാത്രമല്ല, എനിക്ക് പണ്ട് ടീച്ചർ ആവണം എന്നായിരുന്നു ആഗ്രഹം. അപ്പൊ ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും എന്തെങ്കിലും ചോദിക്കും. അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ എങ്ങനെ ചോദിച്ചു, ടീച്ചർ ആയാൽ മതിയോ, ചെറുപ്പത്തിൽ ചോദിച്ചത്. അപ്പൊ അച്ഛൻ പറഞ്ഞ് ഡോക്ടർ ആയിക്കോ, ഡോക്ടർ ആകുമ്പോൾ നല്ല സൊസൈറ്റൽ സ്റ്റാൻഡേർഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. നമ്മുടെ ഫാമിലിയിൽ ആരും ഡോക്ടർ ഇല്ല, ഡോക്ടർ ആയിക്കോ തന്നെ. എന്റെ മൈൻഡിലൊക്കെ ഡോക്ടർ ആവണം എന്നുള്ളതായി. പാരന്റ്സ് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്നു. പിന്നെ എനിക്ക് തോന്നി ഡോക്ടർ ആയ ഞാൻ കുറച്ചും കൂടെ ലൈഫ് നല്ലോണം ആസ്വദിച്ച് ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം തോന്നി ഡോക്ടർ ആയാലും എനിക്ക് ചിലപ്പോൾ അതിന് പറ്റില്ല. നമുക്ക് ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളും ഉണ്ടാവും, എപ്പം പേഷ്യൻസ്. ഡോക്ടർ തന്നെ ശരിക്കും ഒരു നോബൽ പ്രൊഫഷൻ ആണ്. പിന്നെ പിന്നീട് അതെല്ലാം എനിക്ക് തോന്നി ചിലപ്പം പഠിച്ചിട്ട് ഡോക്ടർ ആവാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്നാലും ആ ഒരു പ്രൊഫഷനിൽ ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ സൈക്കോളജി ഇവിടെ ഡിഗ്രി എടുക്കാന്ന് വിചാരിച്ച് വന്നു. സൈക്കോളജി ഇംഗ്ലീഷ് മേജർ എടുത്തു. ഇംഗ്ലീഷ് മേജർ എടുത്തതിൽ ചെറുതായിട്ടൊക്കെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാല് നമുക്കിപ്പോ ഇവിടെ ചേരുന്നതിന് മുമ്പ് ഒരു ഓറിയന്റേഷൻ ക്ലാസ്സും കാര്യങ്ങളും തന്നിട്ട് എന്റെ ഒരു അറിവിൽ ഞാൻ വിചാരിച്ചു ഓക്കെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാല് ഈ ഗ്രാമറും കാര്യങ്ങളും ഇതുണ്ടായിരിക്കും. പക്ഷെ അതല്ല, ഫുൾ നമുക്ക് മൊത്തം ഈ ഹിസ്റ്ററി ടൈപ്പാണ് പഠിക്കല്ലേ. എനിക്കാണെങ്കിൽ ഹിസ്റ്ററി കണ്ണെടുത്താൽ കണ്ടുപോകണം. പക്ഷേ സൈക്കോളജി ഞാൻ എൻജോയ് ചെയ്ത് പഠിക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൈക്കോളജി പഠിക്കാൻ വേണ്ടിയിട്ട്. സൈക്കോളജി എടുത്തിട്ട് ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സൈക്കോളജി എടുത്തുകൊണ്ടാണ് എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത്. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം പഠിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്റെ ലൈഫിൽ സംഭവിച്ച കുറെ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ട്. ഇനി മുന്നോട്ടുള്ള ലൈഫ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഈ എന്റെ ഒരു ഫ്യൂച്ചർ ലൈഫ് ഈ കുട്ടിയൊക്കെ ആകുമ്പോൾ എങ്ങനെ അതിനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് ഓൾറെഡി സംഭവിക്കാനുള്ളത് സംഭവിച്ചു. പക്ഷെ ഇനി വരുന്ന ജനറേഷനോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ പെരുമാറണം, നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ചെല്ലാം കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഓക്കെ, നമുക്ക് മാറ്ററിലോട്ട് കിടക്കാം. അപ്പൊ ഈ 12th എന്ന് പറയുന്ന ടൈം പറഞ്ഞാല് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കിട്ടാണ്. 11th 12th ഈ ഒരു ഏജ്. അതെല്ലാം കഴിഞ്ഞ് ഒരു 2021 ആകുമ്പോൾ നമ്മൾ ഭയങ്കര കാമാവും. നമ്മൾ ഈ നോ എന്ന് പറയുന്ന കാര്യങ്ങൾ കുറച്ച് കുറക്കാൻ തുടങ്ങും. കുറച്ചും കൂടെ സൈലന്റ് ആവും.
അത് കഴിഞ്ഞിട്ട് ഈ 25 ഇയേഴ്സ് ഓഫ് ഏജ് ആകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഓക്കെ ആവും. നമ്മള് ആ ഒരു ടൈമില് ആൾക്കാർക്ക് നമ്മളടുത്ത് സംസാരിക്കാൻ വരാം. മനസ്സിൽ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി നോർമൽ ആവും. അങ്ങനത്തെ ഒരു ഏജ് ആണ് 25. അതായത് ഈ 25 ആകുമ്പോൾ നമ്മുടെ ഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ ഗ്രോത്ത് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആവും. അതുവരെ നമുക്ക് എന്തെങ്കിലും ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മുടെ പാരന്റ്സിന്റെ ഹെൽപ്പ് ചോദിക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ അവർക്ക് കുറച്ചും കൂടെ കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. സോ അവർക്ക് കുറച്ചും കൂടെ മെച്ചുവർഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റും. നമ്മളൊരു 25 എത്തുമ്പോൾ മാത്രമേ നമ്മളെ ഫ്രോണ്ടൽ കോർട്ടെക്സ് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആവും. അത് ആ ഒരു ടൈമൊക്കെ നമ്മൾ മെച്ചുവർഡ് ആയി. ഈ ഒരു ഏജിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഞാനും ഫേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പം ഫ്രണ്ട്സിനൊപ്പം കളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ മാത്രം നീ എന്താ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവും എന്ന് പാരന്റ്സ് ചോദിക്കും. ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ. അത് ആ ഒരു ഏജിലെ പ്രശ്നമാണ്. നമ്മുടെ പാരന്റ്സ് ഇത്രയും റെസ്ട്രിക്ഷൻസ് വെക്കുമ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒച്ചത്തിൽ സംസാരിക്കുക, ടിവിന്റെ സൗണ്ട്, സീരിയല്, രാത്രി നമ്മൾ സീരിയല് ഇങ്ങനെയുള്ള സമയം നമ്മൾ ഓൾറെഡി ഒരുപാട് സ്ട്രെസ്സിലായിരിക്കും ഉണ്ടാവുക. അതിന്റെ ഇടയ്ക്ക് ഇതെല്ലാം കൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. പൊതുവെ പാരന്റ്സിന്റെ അടുത്ത് ദേഷ്യം തോന്നും. സ്വാഭാവികം. അപ്പൊ പാരന്റ്സ് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയി ഇതെല്ലാം മനസ്സിലാക്കി കുട്ടികളുടെ അടുത്ത് നിന്നാൽ ആ ഒരു പ്രശ്നം നമുക്ക് കുറച്ചെങ്കിലും കുറക്കാൻ പറ്റും. കുട്ടികൾക്ക് തോന്നണം പാരന്റ്സ് നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് കുട്ടികൾക്ക് തോന്നണം. നമ്മളിപ്പം എന്തൊരു ചോയ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിന്റെ കോൺസിക്വൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ലൈഫ് ലോങ് നമ്മൾ ഇത് ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നല്ലോണം എക്സ്പ്ലോർ ചെയ്തിട്ട് മാത്രം നല്ലോണം എക്സ്പ്ലോർ ചെയ്തിട്ട് മാത്രം ചോയ്സ് എടുക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ടൈമില് നമ്മളെ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ വർക്കിംഗിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. അത് എന്തെല്ലാം നമുക്ക് നോക്കാം. ഒന്നാമത് ഫസ്റ്റ് തിങ് ആണ് നമുക്ക് ഡൈജസ്റ്റീവ് അപ്സെറ്റ് ഉണ്ടാവും. പിന്നെ മൈഗ്രെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ യു ഫീൽ ദർ ഇസ് നോ പർപ്പസ്. നമ്മൾ ജീവിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല, ഒരു പർപ്പസും ഇല്ല എന്ന് നമുക്ക് തോന്നും. ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ ഭയങ്കര ഒരു ലോ ഫീലിംഗ് ഉണ്ടാവും. പിന്നെ ഭയങ്കര മൂഡിനെസ്, മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ പോലത്തെ ഇതെല്ലാം ഉണ്ടാവും. അതെല്ലാം ഗേൾസിൽ പൊതുവെ ഈ മെൻസ്ട്രേഷന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സെക്ഷൽ മെച്യൂരിറ്റി വരുമ്പോൾ പറഞ്ഞ റാപ്പിഡ് മെച്യൂറേഴ്സും ഉണ്ട്, ലേറ്റ് മെച്യൂറേഴ്സും ഉണ്ട് എന്ന് പറഞ്ഞു. ഈ റാപ്പിഡ് മെച്ചേഴ്സിന് ഒരു പേടി ഉണ്ടാവും. ആ ടൈമിൽ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ നമ്മൾ ഭയങ്കര നീളം വെച്ച് ഭയങ്കര ജയന്റ് ആവുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. അതുപോലെ തന്നെ ലേറ്റ് മെച്ചേഴ്സിന് ഒരു പേടി ഉണ്ടാവും. നമ്മൾ ഈ വളരൂലേ, ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ എന്ന് അങ്ങനെ ഒരു പേടി ആയിരിക്കണം. ബാക്കി എല്ലാവരും വളരുന്നതാണ് ഈ നമ്മൾ മാത്രം ഇങ്ങനെ വളർച്ച മുരടിച്ച പോലെ ആയി പോകുന്നില്ല ഒരു പേടി അവർക്കും ഉണ്ടാവും. അവര് സെക്ഷലി മെച്ചുവർ ആവുന്നില്ലേ എന്നുള്ള ഒരു പേടി അവർക്ക് ആ ടൈമിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ചേഞ്ചസിന് ഇൻഡിവിജ്വലിന്റെ ഫിസിക്കൽ ആയാലും മെന്റൽ ആയാലും ബിഹേവിയറിലായാലും ഒരുപാട് ലാസ്റ്റിംഗ് എഫക്റ്റ് ഉണ്ട്. അത് ചിലപ്പം ഈ എഫക്ട്സ് ചിലപ്പോൾ അവർക്ക് അതിന്റെ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ചിലപ്പം ആന്റി സോഷ്യൽ ബിഹേവിയറിലോട്ട് പോവാം, അല്ലെങ്കിൽ ബ്രോക്കൺ റിലേഷൻഷിപ്സ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിലോട്ട് അത് വീഴും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും ഒരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ ഫിസിക്കലി ഗ്ലോ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി സൈസിനും നമ്മളെ ജീവിതത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ട്. നമ്മൾ ചിലപ്പം ആ ഒരു ഏജിൽ നമ്മൾ ചിലപ്പോൾ നല്ല തടി വെക്കാൻ ചാൻസ്. അപ്പം നമ്മുടെ പാരന്റ്സ് കുറച്ചും കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ആ ഒരു ടൈമിൽ മുനി ഭയങ്കരമായിട്ട് തടിച്ചു അങ്ങനെല്ലാം പറഞ്ഞാൽ നമ്മൾ അവരെ ഇമോഷണലി ഡൗൺ ആക്കിയാൽ അതവരെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. പിന്നെ ഇത് വേറെ കുറെ ഡിസോർഡേഴ്സിലും പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇത് ചിലപ്പോ അനോറെക്സിയ, ബുളിമിയ, നെർവോസൈറ്റി പോലത്തെ എല്ലാം ഈറ്റിംഗ് ഡിസോർഡേഴ്സിലോട്ട് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവരെ ചുമ്മാ ബോഡി ഷേമിങ് ചെയ്യാൻ പാടില്ല. ഈ ഒരു ടൈമിൽ പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഐഡന്റിറ്റി ക്രൈസിസ്. അത് ഈ ഒരു 20 ഇയേഴ്സ് ഓഫ് ഏജ് എല്ലാം ആകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം. ഈവൻ ഐ ഫേസ് ദാറ്റ്. അതായത് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ. നമ്മൾ എന്ത് ചൂസ് ചെയ്യണം, നമ്മുടെ ചോയ്സിനെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ ഞാനിപ്പോ ഒരു ചോയ്സ് എടുത്താല് ഞാനിങ്ങനെ ചിന്തിക്കും, അത് വേണോ, അത് ശരിയാവോ, അത് നല്ലതിനാണോ, ചിലപ്പോൾ ഇതിനെക്കാളും ബെറ്റർ കിട്ടിയാലോ, അത് ഞാനിങ്ങനെ ചിന്തിക്കും. ഞാൻ എന്റെ ചോയ്സിനെ ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും. അത് ഈ ഒരു ഏജിൽ സാധാരണയായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഐഡന്റിറ്റി ക്രൈസിസ്. നമ്മള് ചില സമയത്ത് ഭയങ്കര ഓവർവെൽഡ് ആയിട്ടും അത് നമുക്ക് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു എന്നൊരു സ്റ്റേജ് ആയിരിക്കും. സോ അപ്പൊ നമുക്ക് നമ്മളെക്കാളും മുതിർന്ന ഒരാളെ എന്ത് ചെയ്യാം, ഫ്രോണ്ടൽ കോർട്ടെക്സ് വെച്ച് നമുക്ക് ചൂസ് ചെയ്യാം. അതായത് നമുക്ക് അവരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കാം. നമ്മൾ ഈ ഒരു ഏജിൽ പൊതുവെ പുറത്തുള്ള ആൾക്കാരുടെ അത്ര ടോളറന്റ് ആയിരിക്കില്ല. നമുക്ക് ആരെ വിശ്വസിക്കണം എന്നറിയാത്ത ഒരു സംഭവം. അപ്പൊ നമുക്ക് നമ്മുടെ പാരന്റ്സിന്റെ അടുത്ത് ഹെൽപ്പ് സീക്ക് ചെയ്യാം. ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരാണെന്ന് നമ്മൾ ആരാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുന്ന ഒരു ടൈമാണ്. ഞാൻ ഇത് ഫോളോ ചെയ്യണോ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കണോ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കണ്ടേ, വിശ്വസിക്കാതിരിക്കണോ, ഇതെല്ലാം എന്റെ ചോയ്സ് ആണ്. ഞാൻ തെരഞ്ഞെടുക്കുന്ന ചോയ്സ് ആണ്. എനിക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വേണമെങ്കിൽ വിശ്വസിക്കാതിരിക്കാം, വേണമെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഞാനിത് ഫോളോ ചെയ്യണോ, ഫോളോ ചെയ്യണ്ടോ. അതുപോലെ തന്നെ എന്റെ ജെൻഡർ ടൈപ്പ്, ഐ മീൻ
ജെൻഡർ ടൈപ്പ് അസെക്ഷൽ ആണോ, ഹോമോസെക്ഷൽ ആണോ, ഹെട്രോസെക്ഷൽ ആണോ, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ എന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇതെല്ലാം നമ്മൾ തിരിച്ചറിയുന്ന ഒരു ഏജ് ആണ് ഈ ഉള്ളത്. ഇതിനെ നമ്മൾ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയും. നമ്മൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഇത് ഫോളോ ചെയ്യുന്നത് എന്നെല്ലാം നമ്മൾ സ്വയം ചോദിക്കുന്ന ഒരു ടൈം. ഈ ഐഡന്റിറ്റി ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ സംഭവം ഈ ആൾക്കാർ പറഞ്ഞാല് ഇവരൊരു കമ്മിറ്റ്മെന്റും ഇതുവരെ ചൂസ് ചെയ്യാത്ത ആൾക്കാരാണ്. കാരണം ഇവർക്ക് അറിയില്ല ഇനി എന്നാ ചെയ്യണ്ടേ, അതുകൊണ്ട് ഒരു കമ്മിറ്റ്മെന്റും ചെയ്യാത്ത ഒരാൾക്കാരാണ്. ഈ ഒരു സംഭവം, ഈ ഐഡന്റിറ്റി, ഈ ഒരു സംഭവം അഡോളസൻസിൽ തന്നെ പൂർത്തിയാവുന്നില്ല. ചില ആൾക്കാർക്ക് അഡോളസൻസിൽ തന്നെ പൂർത്തിയാവാത്ത ആൾക്കാരുണ്ടാവും. പിന്നെ ഈ ഐഡന്റിറ്റി ഡിഫ്യൂഷൻസിൽ ഇവര് ഒന്നിനോട് ഒരു കമ്മിറ്റ്മെന്റും ഇതുവരെ ചെയ്തിരുന്നല്ലോ. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ സ്വയം നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്യണം. ചൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ കരിയർ എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഒരു ഫോർക്ലോഷർ എന്ന് പറഞ്ഞ സംഭവം. ഫോർക്ലോഷർ എന്ന് പറഞ്ഞാല് നമ്മുടെ പാരന്റ്സ് പറഞ്ഞു നീ എന്ത് ഇപ്പൊ ഞാനിപ്പോ ഈ കോഴ്സ് എടുത്തു, ഇപ്പൊ എന്റെ ഒരു കാര്യങ്ങൾ വന്ന് ചോദിക്കുന്നതാണ്, നീ എന്തുകൊണ്ടാണ് ഈ കോഴ്സ് എടുത്തത്? അപ്പൊ ഞാൻ ചിലപ്പോൾ പറയുന്ന എന്റെ അമ്മ പറഞ്ഞു എന്നോട് ഈ കോഴ്സ് പഠിക്കുന്നത്, അതുകൊണ്ട് ഞാൻ എടുത്തു. അല്ലെങ്കിൽ എന്റെ അച്ഛൻ പറഞ്ഞു എന്നോട് ഇതാവാൻ, അതുകൊണ്ട് ഞാൻ എടുത്തു. ഞാൻ ചിലപ്പോ ഇപ്പൊ ഡോക്ടർ ആവണമെന്നില്ല ആ കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ മേ ബി ഞാനിപ്പോ ഒരു റോങ് പ്ലേസിലായിരിക്കും. ഞാനിപ്പം മെഡിസിൻ അങ്ങനെ എന്തെങ്കിലും പഠിക്കുന്നതാണെങ്കിൽ സോ എന്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാൽ ലൈക്ക് എന്റെ അമ്മയും അച്ഛനും പറഞ്ഞ ഡോക്ടർ ആവാൻ, സോ ഞാൻ ഡോക്ടർ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒട്ടും ചെയ്യാൻ പറ്റില്ല. നമുക്ക് സ്വയം തോന്നിയിട്ട് മാത്രം നമ്മൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യാം. ഇതിപ്പോ പഠിക്കുന്ന കോഴ്സസ് തന്നെ എടുത്താലും ചില ആൾക്കാർക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റിയലൈസേഷൻ വരും, ഓ ഇത് എടുക്കണ്ടായിരുന്നു, നമുക്ക് വേറെ എന്തെങ്കിലും കോഴ്സ് പഠിച്ചാൽ മതിയായിരുന്നു, അങ്ങനെ ഒരു റിയലൈസേഷൻ വരും. അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യാത്തതുകൊണ്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണ്. നമുക്കൊരു റോൾ മോഡൽ വേണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമ്മൾ എന്തായി തീരണം എന്നുള്ളത് എന്താ ഉറപ്പായിട്ടും നമ്മളെ ചോയ്സ് ആയിരിക്കണം. ഞാൻ ചിലപ്പോ മേ ബി എന്റെ പാരന്റ്സ് വരെല്ലാം പറഞ്ഞ് എനിക്ക് എന്നെ കുറെ ആൾക്കാർ പുഷ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ ആണെന്നൊക്കെ. എന്റെ ഫ്രണ്ട്സിന്റെ പാരന്റ്സ് ആയാലും ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഇതിനെ കൊണ്ട് പറ്റും, നീ പോണം, നീ പോണം. ലാസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള ഒരു ഇതുപോലെ എന്റെ പാരന്റ്സ് എൻട്രൻസിനെ ക്രാഷ് കോഴ്സിന് വിട്ടു. ഒരു 1 മന്ത് ക്രാഷ് കോഴ്സ്. ചിലപ്പോൾ അന്നേരെങ്കിലും മൈൻഡ് മാറിയല്ലോ വിചാരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ പോകില്ല. ക്രാഷ് കോഴ്സ് പോയി. എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അപ്പൊ അങ്ങനെ പോയി. പക്ഷെ ഞാൻ ഡിഗ്രിക്ക് തന്നെ ചേർന്നു. മേ ബി ഞാൻ ചിലപ്പോൾ ഒരു ഡോക്ടർ ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ അന്നേരം എനിക്ക് തോന്നുന്നുണ്ടാവും എനിക്ക് ഈ കോഴ്സ് ഇഷ്ടപ്പെട്ടു, എനിക്കിത് ഇഷ്ടമല്ല, ഈ ഒരു പ്രൊഫഷൻ ഞാൻ എൻജോയ് ചെയ്യുന്നില്ല, എനിക്ക് വേറെ എന്തെങ്കിലും പഠിക്കാൻ പോകണം, അങ്ങനെയുള്ള ചിലപ്പോൾ എനിക്ക് തോട്ട്സ് വന്നിട്ടുണ്ട് ഡോക്ടർ ആയാലും. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു എക്സ്പ്ലോറേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കോഴ്സ് എടുക്കുമ്പോൾ നല്ലോണം എക്സ്പ്ലോർ ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞിട്ട് മാത്രം എടുക്കാം. ചിലപ്പോൾ ഈ എഞ്ചിനീയറിംഗ് എല്ലാം പോയി പഠിക്കാൻ പോയിട്ട് പകുതിക്ക് നിർത്തിയിട്ട് വേറെ കോഴ്സ് എടുക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അവര് ഒരു കോഴ്സ് പഠിച്ചു, ജോലി കിട്ടി, അത് കഴിഞ്ഞിട്ട് അതിൽ അൺഹാപ്പി ആയിട്ട് തീരെ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണലുണ്ട്. അപ്പൊ അതിനേക്കാളും എല്ലാം ബെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് യൂസ് ചെയ്ത് അതിനനുസരിച്ച് ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഏജിൽ ഉണ്ടാവുന്ന കുറച്ച് പ്രോബ്ലംസും കൂടെ പറഞ്ഞ് ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് PMS പറ്റിയാണ്. PMS അധികം കേട്ടിട്ടുണ്ടാവും. PMS എന്ന് പറഞ്ഞാല് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം, അതായത് ഈ മെൻസ്ട്രേഷന് തൊട്ട് മുമ്പ് ഉണ്ടാകുന്ന സിൻഡ്രോം ആണ്. സിൻഡ്രോം എന്ന് പറഞ്ഞാല് കുറെ സിംറ്റംസ് ഒന്നിച്ചേരുന്നതിനാണ് നമ്മൾ സിൻഡ്രോം എന്ന് പറയുന്നത്. ഏറെക്കുറെ ഒരു 150 സിംറ്റംസ് ഇതുവരെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു PMSനെ നമ്മൾ സോഷ്യൽ ലൈഫ്, ഇൻഡിവിജ്വൽ കരിയർ, നമ്മളെ റിലേഷൻഷിപ്സ്, മാരേജ് ലൈഫ്, ഇതിനെല്ലാം ഡാമേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതിനുള്ള വൺ ഓഫ് ദ റീസൺ എന്ന് പറഞ്ഞാല് നമ്മളെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കുറയുമ്പോഴാണ് ഈ PMS കൂടാനുള്ള സാധ്യത. അതായത് നമ്മൾ അധികം ഈ സ്ക്രീൻ ടൈം നമ്മൾ നല്ലോണം കൂടും. പുറമേ ഉള്ള ആക്ടിവിറ്റീസ് എല്ലാം പുറത്തുനിന്ന്, അതായത് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒന്ന് നടക്കാൻ പോവാ, അല്ലെങ്കിൽ ഇപ്പം മാരീഡ് കപ്പിൾസിലാണെങ്കിൽ പുറത്ത് വല്ലപ്പോഴും വീക്കെൻഡ്സ് ചെയ്യാം, പാർക്കിന് എവിടെയെല്ലാം പോവാ. പിന്നെ നമ്മളെ സ്ട്രെസ് കൂടുക, ഇതെല്ലാം ഇതിനായിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഈ PMS ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഫാക്ടറാണ്. പിന്നെ പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന് പറഞ്ഞൊരു ഡിസോർഡർ ഉണ്ട്. അത് ഒരു മെന്റൽ ഡിസോർഡർ ഒന്നുമല്ല. ഇറ്റ്സ് ലൈക്ക് നമുക്ക് ഈ മെൻസ്ട്രേഷൻ കിട്ടുമ്പോൾ നമുക്ക് ഈ സൂയിസൈഡൽ തോട്ട്സ്, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള സിംറ്റംസ് എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന് പറയാം. ഈ ചേഞ്ചസ് എല്ലാം കൊണ്ടുവരുന്നത് ഈസ്ട്രജനും പ്രൊജസ്റ്ററോൺ എന്ന് പറഞ്ഞ ഹോർമോൺസ് ആണ്. ഇത് നമ്മളെ ഫാമിലി, ഫ്രണ്ട്സ്, നമ്മളെ കോ വർക്കേഴ്സ് ഇവരെല്ലാം അഫക്ട് ചെയ്യാനുള്ള ചാൻസ്. മെൻസ്ട്രേഷന് തൊട്ട് മുമ്പുള്ള 2 ആഴ്ച, 2 വീക്സ് പ്രയർ ടു മെൻസ്ട്രേഷൻ, ഈ ഒരു ടൈമിലാണ് ഈ ഒരു സിംറ്റംസും ഇതെല്ലാം കണ്ടുവരാനുള്ള ചാൻസ് ഉള്ളത്. നമുക്ക് ഇതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് നമുക്കൊരു മെൻസ്ട്രൽ ഡയറി കീപ്പ് ചെയ്യുന്നത് നല്ലതായിരുന്നു. അതായത് നമ്മളെ ഇപ്രാവശ്യം ഈ ഒരു മന്തിലുള്ള മെൻസ്ട്രേഷന്റെ ടൈമിൽ നമ്മുടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം
ഒരു ഡയറിയിൽ എഴുതി വെക്കുക. നെക്സ്റ്റ് മന്തും ഇതേ സംഭവങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് അതിൽ എന്തെല്ലാം ഇതിന്റെ ഡിഗ്രി ചേഞ്ചസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് എല്ലാ മാസവും റിപ്പീറ്റഡ് ആയി വരുന്നുണ്ടോ, ഇതെല്ലാം നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിനനുസരിച്ച് നമുക്ക് ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ടൈമിൽ പിന്നെ നമുക്ക് ആൻസൈറ്റി, ഇറിറ്റേഷൻ, ഹോസ്റ്റിലിറ്റി, ടെൻഷൻ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ ഒരു ടൈമിൽ ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഫുഡ് ക്രേവിങ്സ് ഉണ്ടാവും. യൂഷ്വലി ചോക്ലേറ്റ്സിന് ഭയങ്കര ക്രേവിങ്സ് ഉണ്ടാവും. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ സോളൻ പെയിൻഫുൾ ടെൻഡർ ബ്രസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ, ബ്ലോട്ടഡ് ഫീലിംഗ്സ്, സോളൻ അബ്ഡോമൻ, ഹെഡേക്ക്, മൈഗ്രെയിൻ, ജോയിന്റ് പെയിൻസ് ഇതിനെല്ലാം ചാൻസസും ഹൈ ആണ്. ഈ ഒരു ടൈമിൽ വിൽ പ്രോബബ്ലി ഡ്രോപ്പ് തിങ്സ്. നമ്മളെ കയ്യിൽ നിന്ന് അറിയാണ്ട് തന്നെ സാധനങ്ങൾ വീണു. കഴിഞ്ഞതിന്റെ മുമ്പത്തെ മാസം എന്റെ ഫോണ് താഴെ വീണ്, ഈ ഒരു ടൈമിൽ ഏറെക്കുറെ ഈ ഒരു ടൈമിൽ എന്റെ ഫോണ് താഴെ വീണ് സ്ക്രീൻ ഗാർഡ് മൊത്തം പൊട്ടി. എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ കയ്യിൽ നിന്ന് പോയി. ഞാൻ അങ്ങനെ ഫോൺ ഇതൊന്നും താഴെ ഇടാത്ത ഒരാളാണ്. എന്റെ കയ്യിൽ നിന്ന് അറിയാൻ ഫോൺ താഴെ വീണ് പൊട്ടി, സ്ക്രീൻ ഗാർഡ് മൊത്തം പോയി. കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ അങ്ങനത്തെ സംഭവങ്ങളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രീം കേസസിൽ ചിലപ്പോൾ സൂയിസൈഡൽ ടെൻഡൻസി കൂടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതില് ചില കേസസിലെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടും ഇതെല്ലാം ഉണ്ടാവാം. ഇതിനുള്ള മെയിൻ റീസൺ എന്താന്ന് വെച്ചാല് നമ്മളെ ന്യൂട്രിയൻസ്, സർട്ടൻ ഫാറ്റി ആസിഡ്സ്, വിറ്റാമിൻ ഡി ഇതിന്റെ എല്ലാം ഡെഫിഷ്യൻസി കാരണം ഇതെല്ലാം ഉണ്ടാവാം. ഈ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസിന്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോഫി, ടീ, ചോക്ലേറ്റ്സ് ഇതെല്ലാം അധികമായിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി വിറ്റാമിൻ ഡി സ്റ്റോർ ചെയ്യൂല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ടൈമിലെല്ലാം നമ്മൾ അധികം കോഫിയും ടീയും ചോക്ലേറ്റ്സ് ഇതെല്ലാം കഴിക്കുന്നതെല്ലാം നമുക്ക് കുറക്കണം. പൊതുവെ ടീയും കോഫിയും എല്ലാം അധികം കഴിക്കുന്നത് ബോഡിക്ക് നല്ലതല്ല. ഒരു ലിമിറ്റ് വെച്ചിട്ട് വേണം എപ്പോഴും കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വിറ്റാമിൻ ഡി കൂടാൻ വേണ്ടിയിട്ട് നമ്മളെ അൺപോളിഷ്ഡ് ആയിട്ടുള്ള റൈസ് കഴിക്കണം. അതായത് നമ്മളെ വൈറ്റ് റൈസ് അല്ല, നമ്മളെ കുറച്ച് റെഡ് കളർ ആയിട്ടുള്ള റൈസ് ഉണ്ടാവില്ലേ, ആ ഒരു റൈസ് കഴിച്ചാൽ വിറ്റാമിൻ ഡി കൂടാം. അതുപോലെ തന്നെ വിറ്റാമിൻ ഡി സപ്ലിമെന്റ്സ് കഴിക്കാം. അതുപോലെ തന്നെ സ്മോക്കിംഗ് നമ്മളെ നാച്ചുറൽ ഡിഫൻസസ് കുറക്കും. അതുപോലെ തന്നെ ആൽക്കഹോൾ നമ്മളെ എല്ലാ ന്യൂട്രിയൻസിനെയും വാഷ് ഔട്ട് ചെയ്യും. അതുകൊണ്ട് സ്മോക്കിങ്ങും ആൽക്കഹോളും നമ്മുടെ ബോഡിക്ക് അത്ര നല്ലതല്ല. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സ്വീറ്റ്സും ഷുഗേഴ്സും ഇതെല്ലാം കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലെ നാച്ചുറൽ മിനറൽ അബ്സോർപ്ഷൻ അത് കുറക്കും. അതുകൊണ്ട് അധികം സ്വീറ്റ്സ് ആയാലും ഷുഗേഴ്സ് ആയാലും അതൊന്നും ബോഡിക്ക് നല്ലതല്ല. നമ്മളെ ബോഡീന്റെ മിനറൽ അബ്സോർപ്ഷൻ അത് ബ്ലോക്ക് ചെയ്യും. നമുക്ക് PMS ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വീറ്റ്സിനോട് വേണ്ടി ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു. അത് നമുക്ക് ഒരു കുറച്ച് നേരത്തേക്ക് ഒരു കിക്ക് തരും. അതുപോലെ തന്നെ ദ മിനിറ്റ് യു ഷുഗർ യു ബിക്കം മോർ എനർജറ്റിക്. നമ്മൾ ഷുഗർ കഴിക്കുന്ന ആ ഒരു മിനിറ്റ് തന്നെ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് തോന്നും. നമുക്ക് മെൻസ്ട്രേഷന് 2 weeks മുമ്പ് ഷുഗർ, സ്വീറ്റ്സ് എല്ലാം ഇൻടേക്ക്, ചോക്ലേറ്റ്സ് അതിന്റെ ഇൻടേക്ക് കുറക്കുന്നത് നല്ലതായിരിക്കും. നമ്മളെ ഈ ചോക്ലേറ്റ് ക്രേവിങ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ബോഡിയിൽ മാഗ്നീഷ്യം കുറവാണെന്നാണ് ഈ ചോക്ലേറ്റ് ക്രേവിങ്സ് ഇൻഡിക്കേറ്റ് ചെയ്തത്. ഈ കൊക്കോയില് മാഗ്നീഷ്യം ഉണ്ട്, മാഗ്നീഷ്യം റിച്ച് ആണ് കൊക്കോ. അപ്പം ഈ മാഗ്നീഷ്യം ത്തിനുള്ള ക്രേവിംഗ് ആണ്. ഈ മാഗ്നീഷ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഈ മെൻസ്ട്രേഷന്റെ ടൈമിലെ സ്റ്റൊമക് പെയിൻ കുറക്കാൻ വേണ്ടിയിട്ട് മാഗ്നീഷ്യം ഹെൽപ്പ് ചെയ്യും. അപ്പം ഈ ചോക്ലേറ്റ് ക്രേവിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ മാഗ്നീഷ്യം കുറവാണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ മാഗ്നീഷ്യം നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെയും വഴികളുണ്ട്. അതായത് നമുക്ക് ഈ ഇലക്കറികൾ, ചീര അങ്ങനത്തെ ഇലകളും അങ്ങനത്തെ ഇതെല്ലാം കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബോഡിയിലെ മാഗ്നീഷ്യം കൂടും. അതിനനുസരിച്ച് നമുക്ക് ഈ മെൻസ്ട്രേഷൻ ടൈമിലെ വയറുവേദന എല്ലാം കുറയാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നല്ല കുറയും. അതുപോലെ തന്നെ ഇപ്പൊ ചിക്കൻ എന്നല്ല പറഞ്ഞാല് ഭയങ്കര ഹോർമോൺസ് എല്ലാം കുത്തിവെച്ചിട്ടുള്ള ചിക്കൻ. അപ്പൊ നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ ഹോർമോൺസ് എല്ലാം കുത്തിവെച്ച ചിക്കൻ കഴിക്കുമ്പോൾ നമുക്ക് നല്ലോണം മെൻസ്ട്രൽ ക്രാംസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 2 weeks മുമ്പ് തന്നെ ഈ ചിക്കൻ കഴിക്കുന്നത് അങ്ങ് ഒഴിവാക്കും. നമുക്ക് ചിക്കൻ കഴിക്കാതെ നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റിൽ നമുക്ക് ചിക്കൻ കഴിക്കാം. നമ്മളിപ്പോ ചിക്കൻ കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ ടെൻഡർ കോക്കനട്ടോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ചിക്കൻ കഴിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ലീഫി വെജിറ്റബിൾസ് കഴിക്കുക. അങ്ങനെ നമുക്ക് ഒരു ഡയറ്റ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മൾ ഓയിലി ഫിഷസ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. സെറിയൽസ്, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനത്തെ എല്ലാം കഴിക്കുന്നതിൽ നമ്മളെ മഗ്നീഷ്യം കൂട്ടാൻ, അതുപോലെ തന്നെ സ്റ്റൊമക് പെയിൻ കുറക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ബാക്കി ഇനി എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറെ എന്തെങ്കിലും പറയാനെങ്കിൽ നമുക്ക് ഈ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.